കുറച്ച് നേരം ഞാനിവിടെ അങ്ങ് ഇരുന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഇതേണ്ടേ അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞിങ്ങനെ അടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുക. ഇച്ചിരി അണച്ചാലും നമ്മളങ്ങ് കയറാനായിട്ടുള്ള പരിപാടിയാണ്. ഇതാണ് അപ്പോൾ അതിൻ്റെ എന്ത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ അടയാളം. ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ. എന്തായാലും ഇതൊന്ന് നേരിട്ട് വന്ന് കാണണം കേട്ടോ. അത്ഭുതം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അത്ഭുതമാണ്. ഇതൊരു ചെറിയ വിടവാണ്, ഗ്യാപ്പാണ്, ഈ പാറയുടെ ഗ്യാപ്പാണ്. എനിക്ക് അങ്ങോട്ട് നോക്കിയിട്ട് തല കറങ്ങുന്നത്. ഹായ് ഫ്രണ്ട്സ്, റാം ജൂനിയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഇടുക്കിയിലെ തന്നെ കൈലാസം എന്നറിയപ്പെടുന്ന കൈലാസഗിരിയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളത് കൃത്യമായിട്ടുള്ള സ്ഥലമൊന്നും അറിയത്തില്ലെങ്കിൽ നമ്മളത് തപ്പിപ്പിടിച്ച് പോവുക എന്നുള്ളൊരു സംഭവമാണ് നമുക്കുള്ളത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ നമ്മളിന്ന് കൈലാസഗിരി തപ്പിപ്പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൈലാസഗിരി തപ്പിപ്പോം. നമ്മളൊടുവിൽ കൈലാസഗിരിയുടെ അടുക്കേ വന്നിട്ടുണ്ട് കേട്ടോ. കൈലാസഗിരി പോകുന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ. ഓഫ് റോഡാണ് സംഭവം, ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല, അതൊരു വഴിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒത്തിരി കിലോമീറ്റർ ഇനി പോകാനുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ വട്ടം കറങ്ങി താണ്ടെ ആ മലയൊക്കെ ഉണ്ടോ, ആ മലയൊക്കെ കഴിഞ്ഞ് താണ്ട് ആ ഒരു സംഭവമാണ് കൈലാസഗിരി എന്ന് പറയുന്നത്. ആ ഏറ്റവും വലിയ കുന്നൻ്റെ ഏറ്റവും ടോപ്പിലാണ് കൈലാസഗിരി സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്ഥലമൊക്കെ ഉണ്ടോ നിങ്ങൾ? ഒരു മനുഷ്യന്മാർ പോലും ഇല്ല ഇവിടെ, വഴി പോലും ചോദിക്കാൻ ആരുമില്ല. എൻ്റെ പൊന്നേ, ഈ റോഡിലങ്ങ് ഒരാളെ പോലും കാണാനില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ പശുവൊക്കെ ഇങ്ങനെ ക്രോസ് പോകുന്നതും വഴി കൂടെ നിന്നൊക്കെ നടന്നു വരുന്നതൊക്കെ കാണാം. അല്ലാതെ ഒരൊറ്റ ആളെ പോലും ഈ ഒരു ഏരിയ കാണാനില്ല. അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കിഡിലെ സ്ഥലമാണ് കേട്ടോ. ഭയങ്കര സൈലൻ്റായി ഈ ഏരിയ മുഴുവനും. അപ്പോൾ താഴെ കുറേ അമ്മച്ചിമാരൊക്കെ നിന്നുകൊണ്ട് ഈ തേയില പറിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഈ കത്തിയിട്ട് ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. അതല്ലാതെ ഇവിടെ വേറെ ഒരു ശബ്ദവും ഇല്ല. കേൾക്കാവോ? ശബ്ദം കേൾക്കാവോ? ആ ഒരു ശബ്ദമേ ഉള്ളൂ ഇവിടെ. നമുക്കിനി എന്തേ വണ്ടി ഇരിക്കുന്നുണ്ടോ? ഈ വഴി ഇങ്ങനെ ഒരുപാട് പോകണമെന്നേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഏലം അങ്ങ് പോവാം. ഏലം വന്നതല്ലേ, നമുക്കിനിയിപ്പം അവിടെ ചെന്നിട്ട് കാണാം. ഇനി അവിടെ ചെന്നിട്ട് അതിൻ്റെ മുകളിൽ വരെ വണ്ടി പോകത്തില്ലെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. താഴെ വരെ വണ്ടി പോവും, 1-2 കിലോമീറ്റർ ഇനി മുകളിലോട്ട് നടന്ന് കയറണം. ഈ ഓഫ് റോഡ് വണ്ടിയൊക്കെ, ഹിമാലയനൊക്കെ പോലത്തെ ഓഫ് റോഡ് വണ്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 1-2-3-4 കിലോമീറ്റർ ഇതുപോലത്തെ റോഡാണ്. ഇതുപോലത്തെ റോഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇച്ചിരി മെനയുള്ള ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു ശകലം വൃത്തിയുള്ള ഭാഗത്താണ് നിൽക്കുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര, ഞാനിപ്പോൾ വന്ന വഴിയൊക്കെ ഭയങ്കര ഓഫ് റോഡാണിത്. അപ്പം ഇങ്ങനെ ഈ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണിത്. എനിക്ക് തോന്നുന്നത് മഴക്കാർ ഇങ്ങനെ അവിടുന്ന് കൊണ്ടുവരുന്നതാണോ ഇനിയിപ്പോൾ മഞ്ഞ് മൂടിയതാണോ എന്ന് അറിയത്തില്ല. ഒരു ഇരുളിമയുണ്ട്. എന്തായാലും കൊള്ളാം, നമുക്ക് മഴയ്ക്ക് മുന്നേ അതിൻ്റെ മണ്ട കയറിയിട്ട് തിരിച്ചിറങ്ങാം. ബാ, നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. ചേട്ടാ, കൈലാസഗിരിക്ക് നേരെ പോയാൽ മതിയോ? എന്തോ ഒരുപാട് ദൂരം ഇനി പോകാനുണ്ടോ? ഈ ഒരു റോഡേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ വേണ്ടി ഉള്ളല്ലേ? അതിലും പോയി നോക്കാം. അതെ, ആണല്ലേ. ചേട്ടൻ വരുന്നുണ്ടോ? എവിടാ? മുകളിലോട്ട് വേണം പോകാൻ. ആണല്ലേ. ഒരുപാട് പേര് തപ്പി അവരെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്നാ പരിപാടി? ചേട്ടൻ എന്നാ? ചേട്ടൻ പറമ്പിൽ പോകും. ആണോ? പറമ്പ ഏതാ? അപ്പുറത്ത്. ആണല്ലേ. ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നതാണ് സ്ഥലം. ആണല്ലേ.
ഞാൻ ഇവിടം വരെ ഉണ്ട്. ഇതിന് താഴെയാണ് പറമ്പേ. ആ ആ പിന്നെ ആ നേരെ പോകല്ലേ, മുകളിലോട്ട് റോഡുണ്ട്. മുകളിലോട്ട് ഈ മൺവഴി തന്നെയാണോ? ആ ഇത് തന്നെയാണ്. ആ ഇതിനെ പോയിട്ട് മുകളിലോട്ട് ആക്കുന്നുണ്ടോ? ആ ആ റോഡ് പോകുന്നുണ്ടോ? ആ റോഡ് അവിടെ ചെന്ന് അവസാനിക്കുന്നു. നേരെ വിട്ടു. ഓക്കെ, താങ്ക് യു ചേട്ടാ. പോളി 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 പ്ലേസ് ആട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ സ്ഥലം കണ്ടോ നോക്കി, എന്താ പോന്നെ, അന്യായ വ്യൂ. ഒരുപാട് വഴി അതിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ കറക്റ്റ് സ്ഥലത്ത് ചെന്നാൽ മതിയായിരുന്നു. എവിടുന്നാ ഞാൻ ദണ്ട ആ കിടക്കുന്ന വഴിയൊക്കെ ഞാൻ വന്ന വഴികളാണ്, അങ്ങ് കിടക്കുന്ന വഴികളൊക്കെ. ഇനി നമുക്ക് പോകാനുണ്ട്. ആ കാണുന്ന കുന്നില്ല, ആ കാണുന്ന കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് ചെല്ലണ്ടേ. ഇത് വല്ലാത്തൊരു ടാസ്ക് ആയിപ്പോയി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴികളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പണ്ടെങ്ങാണ്ട് പണിതിട്ടിട്ട് പോയ വഴിയാണ്. അപ്പോൾ ഇങ്ങനെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ ഉടനെ ചെയ്യുമെന്നാണ് താഴെ കണ്ട ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഉടനെ ടാറിങ്ങിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കും. അതിന് ശേഷം കൊണ്ട് ആൾക്കാരൊക്കെ വരവ് കൂടും എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും ഈ ഒരു സ്ഥലം അറിയത്തില്ല. 100-ൽ 25% ആൾക്കാർക്ക് ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയത്തുള്ളൂ. പിന്നെ വ്ളോഗുകളൊന്നും അധികം ഞാനിത് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് കണ്ടിട്ടില്ല. 1-2 വ്ളോഗുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് മുന്നോട്ടുള്ള വഴി പോകണം. ഞാനേതായാലും കൊള്ളാം, ഈ ഏരിയയിലെങ്കിലും ഒറ്റ മനുഷ്യന്മാരില്ലാത്ത കാരണം ഇതെനിയും പോകണോ, ഇനിയും ദൂരം ഉണ്ടോ എന്നൊന്നും ആരോട് ചോദിക്കാനല്ലേ. ഇങ്ങോട്ട് വരണം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണെന്ന് ഇത് കാണുമ്പോൾ അറിയാമല്ലോ. ഇനി നമുക്ക് ആ റോഡിങ്ങനെ മുന്നോട്ട് പോകണം. ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പല്ല, ഇച്ചിരി കൂടി മണ്ടലോട്ട് കയറി പോകാനുണ്ട്. അപ്പം നമ്മുടെ ബൈക്ക് ഇതുണ്ട് ഇവിടം വരെ ആ റോഡുള്ളൂ. ഇവിടെ നിന്ന് നടന്ന് നമ്മളത് ഈ കുന്നിൻ്റെ മുകളിലോട്ട് കയറണം. വല്ലാത്തൊരു ടാസ്ക്കാണ്. ആ താഴെ കണ്ട ചേട്ടനേ, അയ്യോ അണയ്ക്കുന്നേ, ഈ ഒരു സംഭവം കണ്ടോ? അതായത് ഇതുണ്ട്, ശൂലമാണേ. ഈ ശൂലം ഇങ്ങ് താഴെ മുതൽ നമുക്ക് മുകളിൽ കയറേണ്ട ഭാഗം വരെ അടയാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ആ ചേട്ടൻ പറഞ്ഞേ ആ ശൂലം നോക്കി കയറി പോയാൽ മതി, അതാണ് അടയാളം എന്നാണ് പറഞ്ഞത്. ഇങ്ങനൊരു സ്ഥലത്തെപ്പറ്റി ആർക്കും അധികം അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടായിരിക്കണം. ഞാനാണ്ട് ഏറ്റവും താഴെ ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. ഏറ്റവും താഴെ ഒരു വഴി കണ്ടോ, ഒരു വഴി, അവിടം വരെ നമ്മുടെ വണ്ടി വരത്തുള്ളൂ. അവിടെ പിന്നെ നടന്ന്, എൻ്റെ പൊന്നേ, നടന്ന് ഇങ്ങനെ കയറിപ്പോന്നാ ഭയങ്കര കുന്നാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട് ഈ കുന്നിന്. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ ഇവിടെ, ഈ ഒരു ഏരിയ ഞാൻ മാത്രമേ ഉള്ളൂ. ചെറിയ റിസ്ക്കാണ് എൻ്റെ മോണ്ടെ കയറി ചെല്ലുക എന്ന് പറഞ്ഞത്. ഞാൻ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ഒരുപാട് കയറാനായിട്ട് കിടക്കുക. കുറച്ച് നേരം ഞാനിവിടെ അങ്ങ് ഇരുന്നപ്പോഴത്തേക്കും ഞാൻ നാളെ അങ്ങോട്ട് നോക്കിയപ്പോൾ ഇതേണ്ടേ അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞിങ്ങനെ അടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സൈഡിലോട്ടൊക്കെ നോക്കി മുഴുവനും മഞ്ഞ് വന്ന് ഈ മല മൂടിക്കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല.
അപ്പോൾ നമ്മൾ ഇച്ചിരി അണച്ചാലും എൻ്റെ പൊന്നെ ഇച്ചിരി അണച്ചാലും നമ്മളങ്ങ് കയറാനായിട്ടുള്ള പരിപാടിയാണ്. കയറിയാക്കല്ലേ, അല്ല പിന്നെ തിരിച്ചിറക്കം നടക്കത്തില്ല. ഇതിലേ കയറുന്നേ. ഇതിൽ അവിടെ ഒരു ശൂലം കാണാം. അയ്യോ, അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഇവർ അടയാളം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കൂടെ മുമ്പ് ബൈക്കൊക്കെ കയറിയ ചേട്ടനില്ലേ, ആ ചേട്ടനാണ് ഇതിൻ്റെ മുകളിലൊരു ക്ഷേത്രം ഉണ്ടെന്നാണ് പറയുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റോ എന്തോ ആണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതാണ് നമ്മൾ മറ്റൊരു ശൂലവും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് ടോപ്പിലെത്തിയിരിക്കുന്നു. പൊളി. ഇവിടെ ക്ഷേത്രമുണ്ട് കേട്ടോ. ഇതാണ് ആ ക്ഷേത്രം. ശിവക്ഷേത്രമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് വശം. ഇവിടുന്ന് താഴോട്ട് എൻഡാണ്. ഇവിടുന്ന് അങ്ങോട്ടൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടം വരെയൊക്കെ വരാം. ഇവിടുന്ന് അങ്ങോട്ട് റിസ്ക്കാണ്. നോക്കി ഇതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ. ഈ ഒരു കുന്നിൻ്റെ ഏറ്റവും മോൾവശം, അതായത് ഏറ്റവും ടോപ്പ്, ഇത്രയും കാണുന്ന ഈ ഏരിയ ഉള്ളു കേട്ടോ. നമ്മൾ ആ കുന്ന് കയറി വന്നതിൻ്റെ ഏറ്റവും ടോപ്പെന്ന് പറയുന്നത് ഈ കുഞ്ഞ സ്പേസാണ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആകെപ്പാടെ ഒരു ഇട. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും താഴ്ചയാണ്. നോക്കാം, നമുക്ക് അങ്ങോട്ട് അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ വരെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്. അടിപൊളി. എൻ്റെ പൊന്നെ, അങ്ങോട്ട് നോക്കി. ഒന്നും പറയാനില്ല. ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? ഇത് കണ്ടോ, ഇതാണ് അപ്പോൾ അതിൻ്റെ എന്ത് കണ്ടോ, ഇവിടം വരെ ഉള്ള ഈ ശൂലം, ഇതാണ് ഇതിൻ്റെ അടയാളം. ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, വലിയൊരു പാറ കാണുന്നില്ലേ? ഈ പാറയുടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതേത് സ്ഥലമാണെന്നറിയാമോ? അതാണ് നമ്മുടെ ഏലപ്പാറ ടൗണാണ് ആ കാണുന്നത്. നിങ്ങൾക്ക് ഇതിനകത്തൂടെ ഈ ഒരു ക്യാമറയ്ക്കകത്തൂടെ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊന്ന് നേരിട്ട് വന്ന് കാണണം കേട്ടോ. അത്ഭുതം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അത്ഭുതമാണ്. ഇതൊക്കെ നമ്മുടെ അടുത്തുണ്ടായിട്ടും നമ്മളൊക്കെ ഇത് ഞാനൊക്കെ ആദ്യമായിട്ട് കാണും കേട്ടോ. ഇതിങ്ങനെ നമ്മൾ അവിടുന്ന് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു നിരാശ ഉണ്ടായിരുന്നേ. വന്നു കഴിഞ്ഞ് വെറുതെ ആയി പോവോ, കാരണം നമ്മളിത്ര ഓഫ് റോഡൊക്കെ വണ്ടി ഓടിച്ച് വന്നിട്ട് വെറുതെ ആയി പോവല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആ പാടൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പൊളിയാ, ഒന്ന് പറയാം. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കി, ഇത് കണ്ടോ, ഇതൊരു ചെറിയ വിടവാണ്, ഗ്യാപ്പാണ്, ഈ പാറയുടെ ഗ്യാപ്പാണ്. എനിക്ക് അങ്ങോട്ട് നോക്കിയിട്ട് തല കറങ്ങുന്നു. അപ്പം ഇവിടെ താഴോട്ട് നോക്കുക, ഭയങ്കര പൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് താഴെ ഏലപ്പാറ ടൗൺ കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണുന്നത് ഏലപ്പാറ ടൗണാണ്, ഫുള്ള് ടൗണ്. എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പം ഓരോന്നും വ്യക്തമായിട്ട് കാണാം. ഓരോ വണ്ടി പോകുന്നതും വ്യക്തമായിട്ട് എനിക്ക് കാണാം കേട്ടോ. എൻ്റെ ഇവിടെ ഇന്നിട്ട് വിറയ്ക്കുന്നു. ഇവിടെ താഴോട്ട് നേരെ കുഴിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ടപ്പനയ്ക്ക് പോയ റൂട്ടാണ് ആ കാണുന്നത്. ഇങ്ങനെ അങ്ങോട്ടാണ് കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കട്ടപ്പനയ്ക്ക് പോയ സമയത്ത്
നിങ്ങളെ ഞാനൊരു ഏലപ്പാറ നിന്ന് വാഗമണ്ണൊക്കെ പോകുന്ന റൂട്ട് കാണിച്ചില്ലായിരുന്നു, അതിവിടെ നിന്നും കാണാം, കാണിച്ചു തരാം. നമ്മൾ താണ്ട അവിടെ നിന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. ആ കാണുന്ന റോഡ് കണ്ടോ, താഴെ കാണുന്ന റോഡ്, അത് നേരെ കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് വാഗമണ്ണ് പോകുന്ന വഴി. അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മളെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇതാണ് ഞാൻ വന്ന വഴി. താഴെയൊക്കെ മഞ്ഞ് മൂടിയിട്ടുണ്ട്. നിങ്ങൾ കാണുമോയെന്ന് എനിക്കറിയത്തില്ല. ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം നമുക്ക് ഏകദേശം ഒരു സംഭവം നിങ്ങളെ കാണിക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാഴ്ചയൊന്നും നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയ്ക്കകത്തൂടെ കിട്ടുകയില്ല. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസ് ഒന്ന് കാണണം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇങ്ങോട്ട് വരുന്ന കാര്യം ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വരിക. എനിക്ക് മുമ്പേ കണ്ട ആ വ്യൂ പോയിൻ്റ് ഒന്നും കൂടി കാണാനായിട്ട് അങ്ങ് കൊതിയല്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടുകൊണ്ട് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ ഈ വീഡിയോയ്ക്കകത്തോടെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നും കൂടി നേരിട്ട് കാണാമെന്ന് കരുതി ഒന്നും കൂടിയും വന്നതാണ്. ഇത് കണ്ടോ, ഇത് പാറയാണ് കേട്ടോ. അങ്ങോട്ട് പോകാൻ പേടിയാണ്. ഈ പാറ ഇതുണ്ട്, ഇവിടം വരെ ഉള്ളു ഈ പാറ. ഇതിങ്ങനെ ഈ പാറ ഇങ്ങനെ റൗണ്ടാണ്, ഇതിങ്ങനെ റൗണ്ടാണ് ഇത് കണ്ടോ. ഇവിടെ താട്ട് വലിയ കുഴി. എനിക്ക് തോന്നുന്നത് ഏലപ്പാറയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഈ പാറ കാണാൻ പറ്റുമായിരിക്കും. ഞാൻ നോക്കട്ടെ, ഞാൻ തിരിച്ച് പോകുന്ന വഴിക്ക് ഏലപ്പാറ ചെന്നിട്ട് ഞാൻ നിങ്ങളെ ഈ ഒരു കുന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇരുട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വേണേൽ അവിടെ ചെന്നിട്ടൊന്ന് ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഉറപ്പൊക്കെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണ്ടേ എതിർദിശയിലോട്ടാണ് ഇറങ്ങി പോകേണ്ടത്. അതായത് ഇത് ഏലപ്പാറയും ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇങ്ങനെ പോയി ഇങ്ങനെ റൗണ്ട് അടിച്ച് നമ്മൾ ഇതിന് വട്ടം കറങ്ങി നമ്മൾ ഇവിടെ വരുമ്പോൾ ചിലപ്പം ഇരുട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഏതായാലും ഞാൻ ഏലപ്പാറയിൽ പോയി നിന്നുകൊണ്ട് ഈ ഒരു കുന്നും ഈ പാറയെ കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞാനും ആ കുന്നിൻ്റെ മുകളിൽ വെച്ച് കാണിച്ച ഒരു വ്യൂ ആണ് കാണുന്നത്. ആ കുന്നിന് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കിയത് അതാണ് സംഭവം. നമ്മൾ ആ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്നൊരു 12-13 കിലോമീറ്റർ വട്ടം കറങ്ങിയാണ് നമ്മളിപ്പം ഈ ഏലപ്പാറയ്ക്ക് പോകുന്നതിൻ്റെ വഴിയുടെ അവിടെ വന്നേക്കുന്നത്. ഇവിടെ താട്ടിറങ്ങിയ ഏലപ്പാറ കേട്ടോ. ഏലപ്പാറ എന്തായാലും പൊള്ളിച്ച് കേട്ടോ. ഏലപ്പാറ ടൗൺ ഫുള്ള് കാണാം. ഫുള്ള് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു വെള്ള പോലെ കാണുന്നുണ്ടോ, അതാണ് ഏലപ്പാറ. പക്ഷെ അവിടെ പോയെന്ന് കഴിഞ്ഞാൽ എന്ത് ഏരിയ ഉണ്ടല്ലേ. എന്തായാലും കൊള്ളാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഉറപ്പായിട്ടും കരുതുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ അല്ലായിരുന്നോ. അതുപോലത്തെ ഒരു വ്യൂ അല്ലേ ഞാൻ കാണിച്ചു തന്നെ. അതുപോലത്തെ ഒരു പ്ലേസ് അല്ല നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഹിഡനായിട്ടുള്ളൊരു ഇടുക്കിയിലെ ഹിഡനായിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് നിങ്ങൾക്ക് കാണിച്ചു തരുമല്ലായിരുന്നോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇവിടെ വരാൻ നോക്കുക. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നത് വളരെ റിസ്ക്കാണ്. കാരണം ഇറങ്ങിപ്പോകാനോ കയറി വരാനോ കൈവരിയോ കാര്യങ്ങളോ സ്റ്റെപ്പ് പോലുമില്ല. വെറും പാറയുടെ പുറത്തൂടാണ് നമ്മൾ കയറി വരുന്നത്. അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളുമായിട്ട് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലുള്ള ഹിഡനായിട്ടുള്ള പ്ലേസുകൾ നമ്മൾ അടുത്ത വരുന്ന വീഡിയോകളിലൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ഥലത്തുനിന്ന് തിരിച്ചിറങ്ങുക കേട്ടോ. തിരിച്ചിറങ്ങാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാര്യം ഇച്ചിരി റിസ്ക്കാണ്. കാരണം ഒന്നുമില്ല. ഇങ്ങോട്ട് നോക്കി, വെറും പാറപ്പുറമാണ്. നോക്കി, ഞാൻ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ്. നമ്മളപ്പോൾ അവിടുന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇറങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇറങ്ങുന്നതും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇറങ്ങിപ്പോകുമ്പം വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഒന്ന് കൈ തന്നിയോ അല്ല ഒന്ന് കാല് തെന്നിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ചെല്ലും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. അയ്യോ, എൻ്റെ പൊന്നെ, അയ്യോ, കാല് തന്നുന്ന കാര്യം പറഞ്ഞില്ല എൻ്റെ ദൈവമേ.
നമ്മളിതേ ഇറങ്ങി ഏകദേശം താഴെ ആയിട്ടുണ്ട്. നമ്മൾ അങ്ങ് മുകളിൽ നിന്നാണ് നടന്ന് ഇവിടെ വരെ വന്ന് നമ്മുടെ താണ്ടേ ബൈക്ക് താണ്ടേ ഇവിടെ ഇരിപ്പുണ്ട്. ഈ കയറുന്നത്രയും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇറങ്ങാൻ. അതിപ്പോൾ അങ്ങനെ ആണല്ലോ അല്ലേ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആ കുന്ന് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ സത്യം പറഞ്ഞാൽ ഈ ക്യാമറയ്ക്കകത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുകയില്ല. എന്നാലും ഞാനങ്ങ് ഇതിൻ്റെ ഭീകരത ഉൾക്കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു തരുക. എൻ്റെ ഈ സംസാരമൊക്കെ ഉണ്ട് ചിരി വരുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടായതുകൊണ്ടാണ് കേട്ടോ. ഒരു കുറച്ച് നാൾ കഴിയുമ്പം ചിലപ്പോൾ ശരിയാകുമായിരിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് തുടരും. നമ്മളിതേ അവസാനം നമ്മൾ വണ്ടി വെച്ച സ്ഥലത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് പുതിയ പുതിയ സ്ഥലങ്ങളിലെ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ത്രില്ലുണ്ടാക്കി തരുന്നത്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കി അങ്ങ് പൊട്ടിച്ചേരും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഗുഡ് ബൈ.